ഈ ബ്ലൈൻഡ് ഫുട്ബോളിലെ ആദ്യത്തെ വനിതാ കോച്ചാണല്ലോ, അതെ, അതെ. അല്ലേ? ആ. അപ്പൊ ഈ അതിന്റെ ഒരു അനുഭവം എങ്ങനെയാ പൊതുവെ? സാർ അവർക്ക് കണ്ണറിയില്ല എന്നുള്ള ആ ഒരു ഇതിൽ എങ്ങനെ കളിക്കും? ശബ്ദമാണ് ബോളിനകത്തൊരു ശബ്ദമാണ്. ബോളിനകത്തൊരു ബെല്ലുണ്ട്. ആ. അതിന്റെ ആ ശബ്ദത്തിലാണ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഗോൾ ഗൈഡ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. ആ. അതായത് ജപ്പാന്റെ പോസ്റ്റിന്റെ പുറകിൽ ഇന്ത്യയുടെ ഗോൾ ഗൈഡും, ആ. ഇന്ത്യയുടെ ഗോൾ ഗൈഡിന്റെ പോസ്റ്റിന്റെ പുറകിൽ ജപ്പാന്റെ ഗോൾ ഗൈഡും വരും. അപ്പൊ അവർക്ക് ഒരു ഏരിയ കഴിഞ്ഞാൽ സംസാരിക്കാം. അപ്പൊ നമുക്ക് ഓരോ ഏരിയ ഉണ്ട്. ആ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണേണ്, तुम्हारा लेफ्ट में आदमी है, राइट में आदमी है, तुम मेरा आवाज सुन के गोल मारो, ऐसे बोलेगा तो അവിടെ തന്നെ അവരടിക്കും. അവർ ആ ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിൽ അവരെ ഡ്രിബിൾ ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണ് ഉള്ള കുട്ടികളെക്കാൾ നന്നായിട്ട് അവർ സ്കാൻ ചെയ്ത് നല്ല ഡ്രിബിൾ ചെയ്ത് ബോൾ അടിക്കും നമ്മുടെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക്. അപ്പോൾ അതൊരു പ്രത്യേകത തന്നെ. പിന്നെ അവർ ഒന്നും പ്രതീക്ഷിക്കാതെ ചെന്ന് കൂട്ടിയിടിച്ചാൽ പോലും നമുക്ക് കാണുന്നവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ അവർ ആ ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ആളുണ്ടെന്ന് തോന്നി അവരവിടെ സ്റ്റേ ചെയ്യും. അവർക്കത് അറിയാൻ പറ്റും പെട്ടെന്ന്. അങ്ങനത്തെ ഒരു ഇല്ല. അതെ, അതെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാളി താരം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ വർഷത്തെ. അതെ, അതെ. അത്രയാണെങ്കിൽ പോലും അതെ, നമ്മുടെ ഒരു മലയാളി ഉണ്ടെന്നുള്ളത് ഈ വർഷത്തെ നമ്മുടെ ഈ വേൾഡ് കപ്പിൽ നാട്ടുകാരനാ. അദ്ദേഹത്തിന്റെ ആ ഒരു വരവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ കുട്ടികളോടൊക്കെ പറയാനുള്ളത് തന്നെ അത് തന്നെയാണ്.